സമയം കഴിഞ്ഞു അംഗൻവാടി പോകണ്ടേ. പക്ഷേ ഇവിടെ ഒരുക്കം നടന്നുകൊണ്ടിരിക്കുവാണ്. ടീച്ചറിനെ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ 15 മിനിറ്റ് താമസിക്കും കേട്ടോ. ഇത്രയും കാര്യമായിട്ട് അന്നാറോസ് ഒരു കാര്യം ചെയ്യുമ്പം സത്യം പറഞ്ഞാൽ ശല്യപ്പെടുത്താൻ തോന്നിയില്ല. ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് പുറകിൽ അവിടെ അങ്ങ് നിന്നു. അപ്പോൾ അന്നാറോസ്, ഇനിയും വരുന്നുണ്ട് സാധനങ്ങൾ, എനിക്കിത് കൂട്ടുകാരൻ ടീച്ചറിനെ എല്ലാം കാണിക്കാനുള്ളതാണ്. 2 ദിവസം മുമ്പാണ് അന്നാറോസിന് ഇത് സമ്മാനം കിട്ടിയത്. ഏകദേശം 10 മിനിറ്റ് മുകളിൽ തന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ അവിടെ അങ്ങ് നിന്നു. ആ സമയത്ത് ചിന്തിച്ചത് ഇതായിരുന്നു, പഴയ ഞാനാണെങ്കിൽ ഇതൊന്നും ആയിരുന്നില്ല അവിടെ സീന്. സമയം വൈകുന്നതിന് കൈ കിട്ടിയ ജീപ്പും കൊണ്ട് എങ്ങനെയെങ്കിലും തലമ്പടിയും ചെയ്യി ആ കൊച്ചിന് ഇഷ്ടമില്ലാത്തടത്ത് അവിടെ ഇവിടെയായിട്ട് 2 ക്ലിപ്പും കുത്തി കയ്യേലും പിടിച്ച് വലിച്ച് പകുതി കണ്ണീരോടെയായിരിക്കും ആ കൊച്ച് അംഗൻവാടിയിലേക്ക് പോകുന്നത്. മക്കളൊരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ തിരക്കും ഫ്രസ്ട്രേഷനും എല്ലാം കാണിച്ച് അവരുടെ കോൺഫിഡൻസ് ഇങ്ങനെ നശിപ്പിച്ച് കളയരുതെന്ന് ഞാൻ പറയും. അവർക്കത് ശരിയായില്ലെങ്കിൽ ഒന്നുകൂടെ കറക്റ്റ് ചെയ്യാനും അവരുടേതായ രീതിയിൽ അതിനെ ഒന്ന് തിരുത്താനും ഒക്കെയുള്ള സമയം വേണമെന്നേ. സ്വന്തമായിട്ടൊരു മുടി പോലും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മക്കൾക്കില്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊന്നും അത്ര നല്ല കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ ഇവരുടെ സമയത്തിന് വില കൊടുക്കുക എന്നുള്ളതാണ് ഇവരെ സ്നേഹിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു ഉത്തരം. 15 മിനിറ്റ് ലേറ്റായിട്ടാണ് അംഗൻവാടി എത്തിയത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു, അച്ചാച്ച ഞാനിന്ന് ഒറ്റയ്ക്കാണ് കയറി പോകുന്നത്, അച്ചാച്ച വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. എന്തോ വലിയൊരു സമാധാനമായിരുന്നു അത് കേട്ടപ്പം. ദൈവം അനുഗ്രഹിക്കട്ടെ.